സ്വതന്ത്ര ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു കുതിച്ചുചാട്ടത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കേവലം കോടികളുടെ കണക്കല്ല, മറിച്ച് 3.25 ലക്ഷം കോടി രൂപയുടെ ബൃഹത്തായ നിക്ഷേപത്തിലൂടെ ഇന്ത്യൻ വ്യോമസേനയെ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പോരാളി സംഘമായി മാറ്റാനുള്ള ദൃഢനിശ്ചയമാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളത്. ഫ്രാൻസിൽ നിന്ന് 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം ആഗോള പ്രതിരോധ വിപണിയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 4.5 തലമുറയിൽപ്പെട്ട ഈ അത്യാധുനിക വിമാനങ്ങൾ എത്തുന്നതോടെ ഇന്ത്യൻ ആകാശ സീമകൾ കൂടുതൽ സുരക്ഷിതമാകും. ഈ ബൃഹത് പദ്ധതിയുടെ ഭാഗമായി 18 യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് നേരിട്ട് വാങ്ങുമ്പോൾ ബാക്കിയുള്ള 96 എണ്ണം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കരുത്തിൽ ഇന്ത്യൻ മണ്ണിൽ തന്നെ നിർമ്മിക്കാനാണ് ധാരണയായിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദന മേഖലയ്ക്കും വലിയ ഉണർവ് നൽകും. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുള്ള റഫാൽ F3R പതിപ്പിനേക്കാൾ കരുത്തനായ F4 പതിപ്പാണ് പുതിയ കരാറിലൂടെ ഇന്ത്യ സ്വന്തമാക്കുന്നത്. അത്യാധുനിക റഡാറുകളും വിദേശ സാങ്കേതിക വിദ്യകളും കോർത്തിണക്കിയ ഈ വിമാനം ശത്രുക്കളുടെ ഉറക്കം കെടുത്താൻ പോന്നതാണ്. ഫ്രഞ്ച് കമ്പനിയായ ദസാൾട്ട് ഏവിയേഷനും ഇന്ത്യയിലെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം കൈകോർക്കുന്നതോടെ പ്രതിരോധ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തത്തിന്റെ പുതിയൊരു അധ്യായം കൂടി തുറക്കപ്പെടുകയാണ്. നിർമ്മിക്കപ്പെടുന്ന വിമാനങ്ങളിൽ 60% തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമെന്നത് ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. ഇതിനു പുറമെ നാവികസേനയ്ക്കായി 26 റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറും ഇതിനോടകം തന്നെ ഒപ്പുവെച്ചിട്ടുണ്ട്. നിലവിലുള്ള 36 റഫാൽ വിമാനങ്ങൾക്ക് പുറമെ ഈ വലിയ വ്യൂഹം കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ വ്യോമശക്തി ഇസ്രായേൽ പോലുള്ള ലോകശക്തികളോട് കിടപിടിക്കുന്ന നിലയിലേക്ക് ഉയരുകയും ചെയ്യും. എന്തുകൊണ്ടാണ് അമേരിക്കയുടെയും റഷ്യയുടെയും വമ്പൻ വാഗ്ദാനങ്ങളെ തള്ളിക്കൊണ്ട് ഇന്ത്യ ഫ്രാൻസിനെ തന്നെ തിരഞ്ഞെടുത്തത് എന്ന ചോദ്യം ആഗോള രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ സജീവമാണ്. വ്യോമസേനയുടെ അംഗീകൃത സ്ക്വാഡ്രൺ ശക്തി 42 ആയിരിക്കേണ്ട സ്ഥാനത്ത് നിലവിൽ ഇത് 29 മുതൽ 31 വരെയായി കുറഞ്ഞിരിക്കുന്നു. MiG-21 പോലുള്ള പഴയ വിമാനങ്ങൾ ഒഴിവാക്കിയതോടെ ഉണ്ടായ ഈ വിടവ് നികത്താൻ ഏറ്റവും അനുയോജ്യം റഫാൽ ആണെന്ന വിലയിരുത്തലിലാണ് പ്രതിരോധ വിദഗ്ധർ. ഒരു ഒപ്നിറോൾ വിമാനം എന്ന നിലയിൽ ഒരേ സമയം ഒന്നിലധികം ദൗത്യങ്ങൾ നിർവഹിക്കാൻ റഫാലിന് സാധിക്കും. മീറ്റിയോർ, സ്കാൽപ്, ഹാമർ തുടങ്ങിയ ലോകോത്തര മിസൈലുകൾ റഫാലിന്റെ കരുത്ത് ഇരട്ടിപ്പിക്കുന്നു. സ്പെക്ട്ര എന്ന ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം വഴി ശത്രു റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് ആക്രമണം നടത്താൻ ഈ വിമാനത്തിന് പ്രത്യേക കഴിവുണ്ട്. ലഡാക്ക് പോലുള്ള അതീവ ശൈത്യമുള്ള മേഖലയിൽ പോലും സെക്കൻഡുകൾക്കുള്ളിൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ശേഷി ഉൾപ്പെടെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള 13 മാറ്റങ്ങൾ ഈ വിമാനത്തിൽ വരുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ F-35 വിമാനങ്ങളെ ഇന്ത്യ പരിഗണിക്കാതിരുന്നത് വെറുമൊരു സാങ്കേതിക കാരണത്താലല്ല, മറിച്ച് തന്ത്രപരമായ ചില സുരക്ഷാ കാരണങ്ങളാലാണ്. റഷ്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ വാങ്ങിയത് അമേരിക്കയെ ചൊടിപ്പിച്ചിരുന്നു. S-400ഉം F-35ഉം ഒരേ സമയം ഉപയോഗിച്ചാൽ F-35 വിമാനങ്ങളുടെ സ്റ്റെൽത്ത് രഹസ്യങ്ങൾ റഷ്യൻ റഡാറുകൾ ചോർത്തുമോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നു. മാത്രമല്ല, നിർണായക സാങ്കേതിക വിദ്യകൾ കൈമാറാൻ അമേരിക്ക കാണിക്കുന്ന വിമുഖതയും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് തടസ്സമായിരുന്നു. അമേരിക്കൻ വിമാനങ്ങൾ വാങ്ങിയാൽ അറ്റകുറ്റപ്പണികൾക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾക്കും എപ്പോഴും അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരും. ഇത് ഭാവിയിൽ ഇന്ത്യയുടെ പരമാധികാരത്തിന്മേലുള്ള ഒരു സമ്മർദ്ദമായി മാറുമെന്നാണ് ഇന്ത്യ മുൻകൂട്ടി കണ്ടത്. സ്വന്തമായി വികസിപ്പിക്കുന്ന AMCE പദ്ധതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇന്ത്യക്ക് സാങ്കേതിക വിദ്യ കൈമാറാൻ തയ്യാറായ ഫ്രാൻസ് മികച്ച പങ്കാളിയായി മാറി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നരേന്ദ്രമോദിക്ക് അടുത്ത സൗഹൃദമുണ്ടെങ്കിലും പ്രതിരോധ കരാറുകളിൽ ഇന്ത്യ റഷ്യയെ വിശ്വസിക്കാൻ മടിക്കുന്നത് വ്യക്തമായ കാരണങ്ങളുണ്ട്. റഷ്യൻ ആയുധങ്ങളിൽ ചൈനീസ് നിർമ്മിത ചിപ്പുകൾ ഉപയോഗിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നു. അതിർത്തിയിൽ ചൈനയുമായി തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് വലിയൊരു ചാരവൃത്തിക്ക് വഴിയൊരുക്കിയേക്കാം. യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യൻ വിതരണ ശൃംഖലയിൽ ഉണ്ടായ തടസ്സങ്ങളും സ്പെയർ പാർട്സുകളുടെ ലഭ്യതക്കുറവും ഇന്ത്യയെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിച്ചു. INS വിക്രമാദിത്യയുടെ കരാറിൽ റഷ്യ നടത്തിയ വിലവർദ്ധനവും വർഷങ്ങളോളം നീണ്ട കാലതാമസവും ഇന്ത്യക്ക് വലിയ പാഠമായിരുന്നു. റഷ്യൻ സാങ്കേതിക വിദ്യയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവരുടെ പ്രൊഫഷണലിസത്തിലും സുതാര്യതയിലുമുള്ള കുറവാണ് ഇന്ത്യയെ ഫ്രാൻസിലേക്ക് അടുപ്പിച്ചത്. അൾജീരിയ പോലുള്ള രാജ്യങ്ങൾ ഗുണനിലവാരമില്ലാത്ത MiG വിമാനങ്ങൾ റഷ്യക്ക് തിരിച്ച് അയച്ചതും മലേഷ്യ അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിയതും ഇന്ത്യയുടെ തീരുമാനത്തെ സ്വാധീനിച്ചു. ഇന്ത്യയുടെ ആണവ പരീക്ഷണ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യയെ ചേർത്ത് പിടിച്ച ചരിത്രമാണ് ഫ്രാൻസിനുള്ളത്.
കാശ്മീർ പോലുള്ള ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതെയുള്ള ഫ്രാൻസിന്റെ നിലപാട് ഇന്ത്യയെ അവരിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രധാനമന്ത്രി മോദിയും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം ഈ കരാറുകൾക്ക് വേഗത കൂട്ടി. ഫ്രാൻസുമായുള്ള ബന്ധം വെറുമൊരു ആയുധ കച്ചവടമല്ല, മറിച്ച് ദീർഘകാലത്തേക്കുള്ള തന്ത്രപരമായ പങ്കാളിത്തമാണ്. കർണാടകയിലെ കോളാറിൽ ആരംഭിക്കുന്ന ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇതിന്റെ ഭാഗമാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തിയ സംഭവമായിരുന്നു ബാലക്കോട്ട് വ്യോമാക്രമണം. അന്ന് മിറാഷ് വിമാനങ്ങളാണ് ഉപയോഗിച്ചതെങ്കിൽ ഇനി അത്തരമൊരു സാഹചര്യം വന്നാൽ അത് റഫാലായിരിക്കും നിയന്ത്രിക്കുക. അതിർത്തി കടക്കാതെ തന്നെ ശത്രു താവളങ്ങൾ തകർക്കാൻ ശേഷിയുള്ള സ്കാൽപ് മിസൈലുകൾ ഇന്ത്യയുടെ കൈവശമുള്ളത് ചൈനയ്ക്കും പാകിസ്ഥാനും വലിയൊരു ഭീഷണിയാണ്. ലഡാക്കിലെ ദുർഘടമായ മലനിരകളിൽ റഫാൽ വിമാനങ്ങൾ നടത്തിയ പെട്രോളിംഗ് ഇന്ത്യയുടെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുത്തു. ചുരുക്കത്തിൽ, ലോകക്രമം മാറിമറിയുന്ന ഈ കാലഘട്ടത്തിൽ അമേരിക്കയുടെയും റഷ്യയുടെയും കുതന്ത്രങ്ങളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് ഇന്ത്യ എടുത്ത ഈ തീരുമാനം രാജ്യത്തിന്റെ ഭാവി സുരക്ഷാ ഭൂപടത്തിൽ നിർണായകമായി മാറും. തദ്ദേശീയമായി ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആഗോളതലത്തിൽ ഇന്ത്യയെ ഒരു പ്രതിരോധ ശക്തിയായി ഉയർത്താൻ ഈ 3.25 ലക്ഷം കോടി രൂപയുടെ കരാർ സഹായിക്കും.